രാഷ്ട്രീയ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ വടക്കൻ വീരകഥ, അതായത് വർഷങ്ങൾക്ക് ശേഷം 89 റിലീസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീണ്ടും 2025 ഫെബ്രുവരി 7 റിലീസ് ചെയ്തിരിക്കുന്നത്. സാമാന്യം നല്ല രീതിയിലുള്ള പ്രതികരണമാണ് തിയേറ്ററിലും അതുപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ മമ്മൂക്ക ഫാൻസിനോടാണ്. അതായത് വളരെ വിഷമമുണ്ട് ഓരോ മമ്മൂക്ക ആരാധകരോടും ഉള്ള എൻ്റെ വിഷമവും പ്രതിഷേധവും ഞാൻ ആദ്യമേ അറിയിക്കുക. കാര്യം ഈ മമ്മൂക്കയുടെ റീ റിലീസ് ആവശ്യപ്പെടുന്ന ചില പ്രേക്ഷകരുണ്ട്, അല്ലെങ്കിൽ റീ റിലീസ് വേണ്ട, മമ്മൂക്കയുടെ ഇപ്പോഴത്തെ സിനിമ കാണുന്നതാണ് ഏറ്റവും സന്തോഷം, അല്ലെങ്കിൽ ഏറ്റവും ഭംഗി, അല്ലെങ്കിൽ ഇഷ്ടമെന്നൊക്കെ പറയുന്ന പ്രേക്ഷകരുമുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കിടന്ന് മമ്മൂക്കയ്ക്ക് വേണ്ടി വാദിക്കുന്ന, മമ്മൂക്കയ്ക്ക് വേണ്ടി അങ്ങേയറ്റം ഫൈറ്റ് ചെയ്യുന്ന, മമ്മൂക്ക ഭക്തൻസ് എന്നും ഡൈ ഹാർഡ് ഫാൻസ് എന്നും ഒക്കെ പറയുന്ന രീതിയിലുള്ള കടുത്ത മമ്മൂക്ക ആരാധകർ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എനിക്ക് തോന്നുന്നു അതിനകത്ത് ഒരു 90% ആൾക്കാരും വടക്കൻ വീരകഥ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ആൾക്കാരല്ല. അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. ഒരു 10% ആൾക്കാർ മാത്രമേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് മമ്മൂക്കയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളിൽ 10% ആൾക്കാർ മാത്രമേ അത് 1989 അത് റിലീസ് ചെയ്യുന്ന സമയത്ത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് വടക്കൻ വീരകഥയ്ക്ക് മറ്റൊരു റീ റിലീസ് ഈ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇല്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ 2025 അതിൻ്റെ ഒരു റീ റിലീസ്, ഒരു 4K അത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ഇപ്പം യൂട്യൂബിൽ ചിലപ്പോൾ നിങ്ങൾ ഈ സിനിമ ഇഷ്ടം പോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ടി വിയിൽ തന്നെ അധികം നിങ്ങൾക്ക് ഈ സിനിമ കാണാനുള്ള അവസരം വന്നിട്ടില്ല. കാര്യം ടി വിയിൽ അതിനു വേണ്ടി ഈ പടം പ്രദർശിപ്പിച്ചിട്ട് പോലുമില്ല. അപ്പം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാനുള്ള ഒരു അവസരമാണ്. കാര്യം ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം മമ്മൂക്കയുടെ കഴിഞ്ഞ റിലീസ് ചെയ്ത സിനിമകൾ പോലെയോ, അല്ലെങ്കിൽ മമ്മൂക്കയ്ക്ക് ഇനി മമ്മൂക്കയുടെ റീ റിലീസ് എന്ന് നിങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ ആവശ്യപ്പെടുന്ന, ഞാൻ വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, അത്തരത്തിലുള്ള സിനിമകളോ പോലെ അല്ല ഒരു വടക്കൻ വീരകഥ. ഇതൊരു ഒരു ക്ലാസിക്കാണ്. അതായത് നമ്മൾ പറയുന്ന കണക്ക് ഒരു നൂറ്റാണ്ടിലെന്ന് വേണമെങ്കിൽ പറയാം, മലയാള സിനിമയിൽ സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ഇതിഹാസമെന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് ഒരു വടക്കൻ വീരകഥ. കാര്യം സംഭാഷണങ്ങൾ കൊണ്ടും അതിൻ്റെ ആ സിനിമയുടെ ഒരു മേക്കിംഗ് കൊണ്ടും ഓരോ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് കൊണ്ടും, അതായത് ഏറ്റവും മികച്ച ആൾക്കാരെ ഓരോ കഥാപാത്രത്തിനും തിരഞ്ഞെടുത്ത മറ്റൊരു സിനിമ ഇതുപോലെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം ഒരാൾ പോലും ആ സിനിമയ്ക്കകത്ത് ഇവർ വേണ്ടായിരുന്നു, മറ്റൊരാൾ ചെയ്യണമെന്ന് തോന്നിയിട്ട് പോലും അങ്ങനെ പോലും തോന്നിക്കാത്ത രീതിയിലുള്ള ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസുകൾ. കാര്യം എനിക്കറിയില്ല, കാര്യം ഇത്രയും ഗംഭീരമായിട്ടുള്ള മമ്മൂക്കയുടെ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും എനിക്കിഷ്ടമാണ്, അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ ഒരു വടക്കൻ വീരകഥയെ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂക്കയുടെ മറ്റൊരു കഥാപാത്രം ഇല്ല. കാര്യം ഞാൻ എന്നും പറയുന്ന കണക്ക്, കാര്യം ആ ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ ഒരിക്കൽ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനകത്ത് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റിനും അത്രയും പെർഫെക്റ്റായിട്ട് അത്രയും പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റുമെന്ന് സംശയം പോലും തോന്നുന്ന രീതിയിലാണ് ആ സിനിമ ഒരുക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാതെ മമ്മൂക്കയ്ക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ നിങ്ങളിങ്ങനെ കിടന്ന് ഫൈറ്റ് ചെയ്തിട്ടോ വാദിച്ചിട്ടോ ഒരു കാര്യമില്ല. അത് വെച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ്റെ ആരാധകരെ ഞാൻ തൊഴുവാണ്, സത്യം പറഞ്ഞാൽ അവരെ നമിക്കുകയാണ് ഞാൻ. മറ്റൊന്നുമല്ല, അവർ ദേവദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ റിലീസ് ആവശ്യപ്പെട്ടിട്ട് ആ സിനിമ തിയേറ്ററിലെത്തിയപ്പോൾ ഗംഭീരമായിട്ട് അവരൊരു ഫാൻ ഷോ സംഘടിപ്പിക്കുകയും അവരുടെ ഫാൻസുകാർ തിയേറ്ററിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയും ഒക്കെ ചെയ്ത് ആ സിനിമ വലിയ രീതിയിലുള്ളൊരു വിജയത്തിലേക്ക് എത്തിച്ച്. സ്ഫടികത്തിനും അതുപോലെ തന്നെയാണ്. അവരാവശ്യപ്പെട്ട ആ സിനിമ റിലീസ് ചെയ്ത് ഗംഭീരമായിട്ടുള്ള രീതിയിലുള്ള സ്വീകരണമാണ് അവർ സ്ഫടികത്തിനും കൊടുത്തത്. എന്നാൽ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ അവർ ആവശ്യപ്പെട്ടില്ല, അതുകൊണ്ട് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടാതെ പോവുകയും ചെയ്ത്. പക്ഷേ അതുപോലെ വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് ഇറങ്ങിയ മമ്മൂക്കയുടെ വാവനാഴി ആവട്ടെ, പാലേരി മാണിക്യം ആവട്ടെ, വല്യേട്ടനാവട്ടെ, ഇതൊന്നും നമ്മളാരും റീ റിലീസ് ആവശ്യപ്പെട്ടതല്ല. ഇതൊന്നും ഒരു ക്ലാസിക് ചിത്രവുമല്ല, ഇതൊരു വലിയ സംഭവങ്ങളുമല്ല. ഇതൊക്കെ ഒരു കാലഘട്ടം, നമ്മൾ പറഞ്ഞ കണക്ക് ഒരു കാലഘട്ടത്തിൻ്റെ ഒറ്റവട്ടം കണ്ട് നമുക്ക് കാഴ്ച അവസാനിപ്പിക്കാൻ പറ്റുന്ന സിനിമകൾ തന്നെയാണ് ഈ ആവനാഴി എന്നും അല്ലെങ്കിൽ ഈ പാലേരി മാണിക്യം എന്നും വല്യേട്ടൻ എന്നൊക്കെ പറയുന്ന സിനിമ. അതിനപ്പുറത്തോട്ട് അതിനൊക്കെ ഒരു റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ തന്നെ പറയും. പക്ഷേ ഒരു വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ അതല്ല. നിങ്ങൾ ഇനിയും തിയേറ്ററിൽ പോയി കണ്ടില്ലെന്നുണ്ടെങ്കിൽ, കാര്യം എനിക്ക് തോന്നുന്നു ഇപ്പം ഒട്ടുമിക്ക തിയേറ്ററുകളിലും അതിൻ്റെ ഷോസ് ഉണ്ട്. കാര്യം ഇനി ഇങ്ങനെ കൂടെ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രേക്ഷകർ ചിലപ്പോൾ സിനിമ കാണാതിരുന്നാൽ പല തിയേറ്ററുകളിൽ നിന്നും ചിലപ്പോൾ അതിൻ്റെ ഷോസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഷോയുടെ എണ്ണം കുറയ്ക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പോൾ തിയേറ്ററിൽ സാമാന്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആ സിനിമയ്ക്കുണ്ട്. കാര്യം പക്ഷേ ലാലേട്ടൻ്റെ ചില ഫാൻസുകാർ പറയുന്ന കണക്ക് അത് പൊട്ടി എന്ന് പറയുന്ന കണക്ക് പൊട്ടിയതൊന്നുമില്ല, നല്ല രീതിയിലുള്ള പ്രതികരണമുണ്ട്. പക്ഷേ ഈ പ്രതികരണം അല്ല ഒരു വടക്കൻ വീരകഥ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ മമ്മൂക്കയും അല്ലെങ്കിൽ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസുകാരും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തകരും ഇപ്പോൾ സുരേഷ് ചേട്ടനെയും അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി
നിൽക്കുന്ന മാധവിയെ പോലുള്ള ആൾക്കാരും ഇവരാരും പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രതികരണം അല്ല പ്രേക്ഷകൻ്റെ ഭാഗത്തുനിന്ന്. അത് മമ്മൂക്കയെ സ്നേഹിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ ദേവി ഇതല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് ഘോരം വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ഇതുവരെ റിലീസ് ചെയ്ത സിനിമകൾക്കോ അല്ലെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന മമ്മൂക്ക സിനിമകൾക്കോ നിങ്ങൾ കാണുകയോ കാണാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. പക്ഷേ ഒരു വടക്കൻ വീരകഥ നിങ്ങൾ തിയേറ്ററിൽ നഷ്ടപ്പെടുത്തിയാൽ മമ്മൂക്കയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ചൊരു സിനിമയാണ്. മമ്മൂക്കയുടെ കരിയറിലെന്നും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ജീവിതത്തിൽ നിന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കാഴ്ചയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മികച്ചൊരു സിനിമയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഇപ്പം നമ്മൾ പലരും പറയാറുണ്ട്, അല്ലെങ്കിൽ ചില പറയാറുണ്ട് ബാഹുബലി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം അതെന്നൊക്കെ പറഞ്ഞാൽ ഗ്രാഫിക്സിൻ്റെ അതിൻ്റെയൊക്കെ പുറകെ ഒരു ഫാൻറ്റസി എന്നുള്ള രീതിയിലൊക്കെ കുറേ എടുത്തു വച്ചിരിക്കുന്ന സിനിമകളുടെ പുറകെ നമ്മൾ പോകുന്നത്. അതല്ല. ഇതിനകത്ത് ആ ഒരു എന്താണ് പറയുന്നത്, പുത്തൂരം വീടെന്ന് പറയുന്നതായാലും അല്ലെങ്കിൽ അരിങ്ങോടരുടെ ഒരു ഭവനം ഒരു കൊട്ടാരം എന്ന് പറയുന്നതായാലും എന്തെടുത്തെന്ന് പറഞ്ഞാലും ശരി, അവരുടെയൊക്കെ രൂപത്തിലും ഭാവത്തിലും അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോന്നിനും ഒരു ആർട്ട് വർക്കുകൾ ചെയ്ത ആളിനെ പോലും അല്ലെങ്കിൽ എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്ത രാമേന്ദ്ര ബാബു സാറ് ഉൾപ്പെടെയുള്ള ആരെ എടുത്താലും ശരി, ഇനി ഇതിന് പകരം വെക്കാനുള്ള ഒരു സിനിമ ഇല്ല. ഞാൻ പറയാനുള്ളത്, നിങ്ങൾ ഇനി ദയവ് ചെയ്ത് ഈ സിനിമ കാണാത്തവരൊന്നും മമ്മൂക്കയുടെ ഇനി റിലീസിന് മമ്മൂക്കയുടെ അത് ചെയ്ത് നിങ്ങൾ ആരും അതൊന്നും കാണാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ പലരും പറയാറുണ്ട് ബിഗ് ബി ചെയ്യണം അല്ലെങ്കിൽ കൗരവർ ചെയ്യണം, ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങളാരും കാണാൻ പോകുന്നില്ല. ദേവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാര്യം അത്രയും വേദനയുണ്ട്. കാര്യം ഈ ഒരു സിനിമ ആയതുകൊണ്ട്, കാര്യം ഇതുവരെയുള്ള സിനിമകൾക്കൊന്നും ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ ഫാൻസ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഇപ്പം നമ്മളിത് പറയും മമ്മൂക്കയുടെ പുതിയ മമ്മൂക്കയെ കാണുന്നതിനോടൊപ്പം വടക്കൻ വീരകഥ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ പുതിയ മമ്മൂക്കയെ നിങ്ങൾ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളിപ്പം ബസുക്കയോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഇറങ്ങാൻ പോകുന്ന മമ്മൂക്കയുടെ സിനിമകളുടെ പുറകെ പോകുമ്പം ഈ സിനിമകളുടെയൊക്കെ ഏറ്റവും ഞാൻ പറയുന്ന കണക്ക് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു പുസ്തകം അല്ലെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടനെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണണമെന്നുണ്ടെങ്കിൽ ഒരു വടക്കൻ വീരകഥയാണ്. ഒരു പക്ഷേ മമ്മൂക്കയുടെ ബസുക്ക ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഇനി ഒരു സിനിമ ഉൾപ്പെടെയുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1000 നടന്മാരുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒരു വടക്കൻ വീരകഥയിലെ ചന്തുവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു മനുഷ്യനുമില്ല. ചുമ്മാതെ ഫാൻ ഫൈറ്റിൻ്റെ പുറത്ത് അവരുണ്ട് ഇവരുണ്ട് ഈ തലമുറയിൽ അവരുണ്ട്, അങ്ങോട്ട് ഒരുത്തനെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ തല കുത്തി നിന്നാലും ഒരുത്തനെ കൊണ്ട് നടക്കത്തില്ല. സങ്കല്പിക്കാൻ പോലും നമുക്ക് പറ്റാത്ത രീതിയിലാണ് മമ്മൂക്കയുടെ അതിനകത്തെ പെർഫോമൻസ്. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കുടുംബസമേത ഈ സിനിമ കാണണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്ക്